ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബോയിലർ അയൺ ബോക്സ് ആണ്. ആദ്യം തന്നെ എന്താണ് ബോയിലർ അയൺ ബോക്സ് എന്നുള്ളത് പറഞ്ഞുതരാം. ബോയിലർ അയൺ ബോക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റീമാണ്. അതായത് ആവിയിൽ തേക്കുക എന്ന് പറയില്ലേ. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഈ ഷർട്ടും പാൻറ്റൊക്കെ തേക്കുമ്പോൾ ജസ്റ്റ് വെള്ളം തെളിച്ച് തേക്കുന്ന ഒരു പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ സ്റ്റീം അയൺ ബോക്സിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പോൾ ഓൾറെഡി ആവി അല്ലെങ്കിൽ സ്റ്റീം വരും. അതാണ് ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ടേബിളിൽ തുണി വിരിച്ചാൽ, അതായത് ബോയിലർ അയൺ ബോക്സ് കംപ്ലീറ്റ് സെറ്റ് എന്ന് വെച്ചാൽ ടേബിളും അയൺ ബോക്സും ആ ബോയിലർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോയിലറിൽ വെള്ളം ഒഴിക്കണം. അത് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ടേബിൾ കാണുന്നുണ്ടോ? ഇപ്പോൾ ടേബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടേബിളിൻ്റെ മേലെ തുണി വിരിച്ചിട്ട് ആ താഴെ ഒരു പെഡൽ ഒരു പോർഷൻ ഉണ്ട്. അതിൽ ചവിട്ടി കഴിയുമ്പോൾ ഓൾറെഡി ഈ ടേബിളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഈ തുണിയെ നന്നായി വലിച്ചു പിടിക്കും. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ഷർട്ടാണ് തേക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ലീവ് നമ്മൾ കറക്റ്റായി വെച്ചിട്ട് താഴെ ചവിട്ടി പിടിച്ചാൽ പിന്നെ ആ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ ടേബിളിൽ നിന്ന് തെന്നിപ്പോകില്ല. അതായത് ആ ടേബിളിൻ്റെ അടിയിലും ഒരു മോട്ടറുണ്ട്. ആ മോട്ടറിൻ്റെ സഹായത്തോടു കൂടി അത് തുണീനെ വലിച്ച് ടൈറ്റാക്കി പിടിക്കും. അന്നേരം നമുക്ക് തേക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതെങ്ങനെ ആവി വരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ സ്റ്റീം വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ചെറിയൊരു ബോക്സ്, ഇതാണ് ബോയിലർ. ഇപ്പോൾ പുറകിൽ ആ യെല്ലോ കളർ കണ്ടത് നമുക്ക് വെള്ളം ഒഴിവാക്കാനുള്ള ഓപ്ഷനാണ്. വെള്ളം ഒഴിക്കുന്ന പോർഷനാണ് ആ ബ്ലാക്ക് കളർ നോബ്. അതിലൂടെ വെള്ളം ഒഴിക്കണം. ഒരു 6 ലിറ്ററോളം വെള്ളം അതിൽ കൊള്ളും. വെള്ളത്തിൻ്റെ അളവ് അറിയാനായിട്ട് ആ ബോയിലറിൽ തന്നെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ആ ഗ്ലാസ് ട്യൂബിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഫില്ലായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, ഇത് ടേബിളിന് ഓൾറെഡി ഒരു പ്ലഗ് വേണം, കൂടാതെ ബോയിലറിനും ഒരു പ്ലഗ് വേണം. അതായത് 2 പ്ലഗ്, അതായത് 2 സ്വിച്ച് ഓണാക്കിയാലാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ടേബിളിൻ്റെ സ്വിച്ച് ഓണാക്കണം എന്നില്ല. ബോയിലറിൽ വെള്ളം ഒഴിച്ച് ബോയിലറിൻ്റെ സ്വിച്ച് മാത്രം ഓണാക്കുക, അതായത് ബോയിലറിൻ്റെ പ്ലഗ്. അതിനുശേഷം ബോയിലറിൽ 2 സ്വിച്ച് ഉണ്ട്. അതിൽ സ്റ്റീമിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. അയൺ ബോക്സിൻ്റെ സ്വിച്ച് ഓണാക്കരുത്, സ്റ്റീമിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. അത് മാത്രം ഓണാക്കി ഇടുക. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സ്റ്റീമായി, അതായത് ബോയിലർ അയൺ ബോക്സിൽ ഒഴിച്ച വെള്ളം ഹീറ്റ് ആയത് കൊണ്ടാണ് ആ 2 സ്വിച്ചിൻ്റെ ഇപ്പുറത്ത് ഒരു ലൈറ്റ് കത്തി കിടക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ആ ലൈറ്റ് കത്തി വരണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് എടുക്കും. അതായത് വെള്ളം ചൂടായാൽ മാത്രമാണ് ആ ലൈറ്റ് കത്തുകയുള്ളൂ. അപ്പോൾ ആ ലൈറ്റ് കത്തിയതിന് ശേഷം അയൺ ബോക്സ് ഓണാക്കിയാൽ മതിയാകും. ആ സമയത്ത് തന്നെ ടേബിൾ ഓണാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ അയൺ ബോക്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ അയൺ ബോക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു. ചാനൽ